ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗണാനാം ത്വാ ഗണപതിഗം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിः സീദസാദനം. മഹാഗണപതയേ നമഃ. യസ്മിൻ സർവം യതഃ സർവം യസ്സർവം സർവദൃക്തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. ഓം ബ്രഹ്മാനന്ദരസാനുഭൂതികലിതൈ പൂതൈ സുശീതൈ സിതൈ യുഷ്മദ്വാക്ഖലശോജ്ജിതൈ ശ്രുതിസുഖൈ വാക്യാമൃതൈ സേചയ സന്തപ്തം ഭവതാപദാവദഹനജ്വാലാഭിരേണം പ്രബോധന്യാസ്തേ ഭവദീക്ഷണക്ഷണഗതേ പാത്രീകൃതാ സ്വീകൃതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ തൃതീയോധ്യായഃ. കർമ്മയോഗഃ. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ. തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ. ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത്. കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. അർജുനൻ തൻ്റെ മാനസികമായ ഒരു സന്ദേഹത്തെ ഭഗവാനോട് പങ്കുവയ്ക്കുകയായിരുന്നു. എന്താ സന്ദേഹം? ഭഗവത് ഉപദേശത്തിൽ ജ്ഞാനനിഷ്ഠയെ ഏറെ പ്രകീർത്തിക്കുകയും
കർമ്മം ചെയ്യാൻ അർജുനനോട് ആവശ്യപ്പെടും പോലുള്ള പ്രയോഗങ്ങൾ നടത്തി കാണുകയും ചെയ്തു. ഇതിലേതാണ് സ്വീകരണീയം? ഈ വിഷയം ആലോചിച്ച് തീരുമാനമെടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ അത് വയ്യ എന്നാണ് അർജുനന്റെ നിശ്ചയം. ഇവിടെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ പ്രവചനത്തിൽ വന്ന ദോഷം ആവില്ല, എൻ്റെ വിഷയഗ്രാഹക വിഷയത്തിൽ ഉള്ള ദൗർബല്യമാവാം, പരിമിതിയാവാം കാരണം എന്നും അർജുനൻ ധ്വനിപ്പിച്ചിരിക്കുന്നു. ഉപദേശ സ്വീകരണ കാര്യത്തിൽ എനിക്ക് വന്നു പോയിട്ടുള്ള ഒരു വീഴ്ചയാവാം, തെറ്റിദ്ധരിച്ചു പോയതായിരിക്കും. അതുകൊണ്ട് ഭഗവാനോട് അർജുനൻ പറയണു, ഭഗവൻ വ്യക്തമായി ഈ രണ്ടിൽ ഏതുകൊണ്ടാണോ എനിക്ക് പരമമായ ശ്രേയസ് പ്രാപിക്കാൻ സാധിക്കുക, അതിലൊന്നിനെ നിശ്ചയിച്ച് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു തരൂ. ഭഗവാൻ അങ്ങനെ കൃത്യമായി പറയുന്നതിന് പകരം അസ്മിൻ ലോകേ ദ്വിവിധ നിഷ്ഠ, ഈ ലോകത്തിൽ രണ്ട് വിധ നിഷ്ഠയെക്കുറിച്ച് സർഗാദോ, സർഗത്തിന്റെ ആരംഭത്തിൽ തന്നെ, സൃഷ്ടി ആരംഭത്തിൽ തന്നെ, സർവജ്ഞേന ഭഗവതാ പ്രോക്ത, സർവജ്ഞനായ ഭഗവാനാൽ പറയപ്പെട്ടിരിക്കുന്നു. മയാ പ്രോക്ത എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? യോഗിനാം കർമ്മയോഗനിഷ്ഠ, സാഖ്യാനാം ജ്ഞാനയോഗനിഷ്ഠ. ശുദ്ധാന്തകരണന്മാരും വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥന്മാരും സന്യാസികളും ഒക്കെ ആയിട്ടുള്ളവർക്ക് ജ്ഞാനയോഗനിഷ്ഠ. യോഗിനാം അശുദ്ധാന്തകരണാനാം ജ്ഞാനഭൂമി അനാരൂഢാനാം കർമാധികാരിണാം അവർക്ക് കർമ്മയോഗത്തിന്റെ നിഷ്ഠ. എന്താ കർമ്മയോഗത്തിന്റെ നിഷ്ഠ എന്ന് പറഞ്ഞാൽ? സ്വവാസനാനുസൃതം. വാസന എന്ന് പറഞ്ഞാൽ ഇതഃപര്യന്തം ജീവിതയാത്രയിൽ എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിലെ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ടിൽ ഡേറ്റ് വരെ കണക്കാക്കിയാൽ പോരാ. ജന്മാന്തരങ്ങളിൽ വിശ്വസിക്കുന്നവർ ഈ ജീവന്റെ പ്രയാണം ആരംഭിച്ചത് മുതൽ സമാഹരിച്ചിട്ടുള്ള സകല കർമ്മവാസനകളും. എന്താ കർമ്മവാസന എന്ന് പറഞ്ഞാൽ അർത്ഥം? കർമ്മം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഫലത്തെ ഉളവാക്കും. അത് ഒരു ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്ത് സ്ഥാപിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. കർമ്മത്തിന് ഫലമുണ്ട് എന്നുള്ളത് പ്രകൃതിയുടെ ഒരിക്കലും തെറ്റാത്ത അനുല്ലംഘ്യമായ വ്യവസ്ഥയാകുന്നു. അങ്ങനെയുള്ള വ്യവസ്ഥയ്ക്കനുസരിച്ച് ചെയ്ത കർമ്മത്തിന് ഫലം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ചെയ്ത ആള്, കർത്താവ്, ഈ വിഷയത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ പുലർത്തും. അങ്ങനെ വന്ന ഫലത്തോട് ഇഷ്ടാനിഷ്ട രൂപത്തിൽ പ്രതികരിക്കുന്നതിനനുസരിച്ച് അന്ധക്കരണത്തിൽ ഉണ്ടാകുന്ന പാടിനെയാണ് വാസന എന്ന് പറയുന്നത്. അങ്ങനെ എത്ര വാസന നാം സമാഹരിച്ചിട്ടുണ്ടാവും എന്നാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലായിട്ട് ഒരുപാട് വാസനാ സഞ്ചിത വാസന ഉണ്ട്. അതിൽ ഒരു സെറ്റ് ഓഫ് വാസനയാണ് പ്രാരബ്ധം എന്ന പേരിൽ ഇപ്പോഴത്തെ ജീവിതത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ വാസനാനുസൃതം അഥവാ പ്രാരബ്ധ വാസനാനുസൃതം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇനി പക്ഷെ സൂക്ഷിക്കൂ. ഇതാണ് കർമ്മയോഗം ഉപദേശിക്കുന്നത്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഫലം വന്നു ചേരും. അതിനോട് രാഗദ്വേഷവും ഇഷ്ടാനിഷ്ടവും ഒക്കെ തോന്നിയാലും മനസ്സിനെ ബാലൻസിൽ നിർത്തൂ. ലാഭമാകട്ടെ നഷ്ടമാകട്ടെ, ജയമാകട്ടെ പരാജയമാകട്ടെ, ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ, സുഖമാകട്ടെ ദുഃഖമാകട്ടെ, മാനമാകട്ടെ അപമാനമാകട്ടെ, ശുഭമാകട്ടെ അശുഭമാകട്ടെ, അതിനോട് പ്രതികരിക്കില്ല എന്ന് തീരുമാനിക്കൂ. ഇതാണ് കർമ്മയോഗ ഉപദേശത്തിന്റെ കാതൽ. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം.
ഏതായാലും ഭഗവാൻ പറഞ്ഞു, 2 നിഷ്ഠകൾ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. പാപരഹിത എന്ന് അർജുനനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ പറയുന്നു, സാഖ്യന് ജ്ഞാനനിഷ്ഠയും യോഗിക്ക് കർമ്മയോഗ നിഷ്ഠയും. ഇവിടെ സാഖ്യന്റെ കാര്യം പറയേണ്ട കാര്യമില്ല, എന്നല്ലേ സ്വാമി സൂചിപ്പിച്ചു. കാരണം സാഖ്യൻ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്നും വേണ്ട. കോ നിഷേധ കോ വിധി, അവനെ സംബന്ധിച്ചിടത്തോളം വിധി നിഷേധങ്ങളൊന്നും പ്രസക്തമേ അല്ല. പിന്നെ എന്തിനു പറയുന്നു എന്നാണെങ്കിലോ, യോഗ ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, യോഗാരൂഢനെ സംബന്ധിച്ചിടത്തോളം, യോഗത്തെ ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, യോഗാരൂഢനല്ല, യോഗത്തെ ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ടാണ് സാഖ്യന്റെ നിഷ്ഠയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്. ഇത് ഇക്കാലത്ത് ഏറെ വിസ്തരിക്കപ്പെടണം. ഇപ്പം നമുക്ക് ക്ലാസ്സിൽ അത് ചെയ്യേണ്ടതില്ല, കാരണം നമ്മളൊക്കെ ഈ വിഷയത്തിൽ ഇത്തിരി ബോധ്യമുള്ളവരായിരിക്കും, അതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. പക്ഷെ വേറൊരു വേദിയിൽ ഇത് ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് ഭഗവാൻ രണ്ടും പറഞ്ഞു? ഇന്ന് നമ്മൾ വ്യാപകമായി കാണുന്ന ഒരു പ്രശ്നമാണ്. അഥവാ പലരും ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ കേരളത്തെ ആകത്തുകയിലെടുത്ത് പരിശോധിച്ചാൽ എല്ലായിടത്തും ക്ഷേത്ര സംബന്ധിയായ ഉദ്ധാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങളുടെ പ്രവാഹവും ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ടും മൂല്യച്യുതി ഇല്ലേ? എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. എന്താ ഇതിനുള്ള ഉത്തരം? അനുഷ്ഠാനം എന്തിനെന്നറിയാതെ അനുഷ്ഠാനം ചെയ്യുന്ന അപകടമുണ്ട്. അനുഷ്ഠാനം കൊണ്ട് പ്രാപിക്കേണ്ടുന്ന പക്വതയെക്കുറിച്ച് കാഴ്ചയുണ്ടാവണം. ആ പക്വത ഉപയോഗിച്ചുകൊണ്ട് സാക്ഷാത്കരിക്കാനുള്ള ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവണം. അങ്ങനെ നമ്മൾ പടിപടിയായി ഉയരണം, വളരണം. അത് സംഭവിക്കുന്നില്ല. പലപ്പോഴും അനുഷ്ഠാനം എന്നുള്ളത് ഒരു ട്രാപ്പായി, കെണിയായി മാറാറുണ്ട്. ചിലര് അനുഷ്ഠാനം മാത്രം മതി എന്ന് അനുശാസിക്കുമ്പോൾ വേറെ ചിലര് അനുഷ്ഠാനത്തെ ഏറെ പരിഹസിക്കുന്നു. സർവവ്യാപിയായ ഈശ്വരനെ ആരാധിക്കാൻ എന്തിന് ക്ഷേത്രം എന്ന് ചോദിക്കുന്നു. ഇത് രണ്ടും അപകടമായിരിക്കും. എന്താ കാരണം? മനസ്സിനെ യഥാവിധി പാകപ്പെടുത്തുന്നതിന്, സജ്ജമാക്കുന്നതിന് ആചാര്യന്മാർ ദീർഘവീക്ഷണത്തോടുകൂടി ഉപദേശിച്ചതാകുന്നു അനുഷ്ഠാനങ്ങൾ. പക്ഷേ ലക്ഷ്യാനുസൃതം ഈ സജ്ജീകൃതമായ മനസ്സിനെ ഉപയോഗിക്കാനുള്ള ശ്രദ്ധയും വേണം. അതുകൊണ്ടാണ് ജ്ഞാനനിഷ്ഠയെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. നമുക്ക് ഈ അധ്യായത്തിന്റെ പഠനത്തിന് ഇത്രയും വിഷയം മതി. ബാക്കി പിന്നീട് ഒരു അവസരത്തിൽ വരുമ്പോൾ ചിന്തിക്കാം. ഇപ്പൊ തൽക്കാലം ഈ ഒരു ആമുഖത്തോടുകൂടി മുന്നോട്ട് പോവാം. ഇന്നലെ എന്തുകൊണ്ട് കർമ്മയോഗം പ്രസക്തമാവുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുകയുണ്ടായി. ധാരാളം കർമ്മം ചെയ്യുന്നു, ഭയത്തോടെയും പരിഭ്രമത്തോടെയും വ്യാകുലതയോടെയും ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് വ്യക്തിത്വ വികാസമാകട്ടെ, കുടുംബ ശ്രേയസ്സാകട്ടെ, സാമൂഹ്യ നന്മയാകട്ടെ, രാഷ്ട്ര കല്യാണമാകട്ടെ, ലോകത്തിൻ്റെ സ്വാസ്ഥ്യമാകട്ടെ ഒന്നും സംഭവിച്ചു കാണുന്നില്ല. അക്കാര്യം ഇന്നലെ ചൂണ്ടിക്കാണിക്കേണ്ടായി. മനസ്ഥിതിയിൽ മാറ്റം വരേണ്ടതുണ്ട്. ആ വിഷയത്തിലാണ് കർമ്മയോഗം നമ്മെ സഹായിക്കുന്നത്. ഇനി നമുക്ക് ശ്ലോകങ്ങളിലൂടെ മുന്നോട്ട് പോവാം. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണാം അനാരംഭാത്. കർമ്മണാം അനാരംഭാത്, കർമ്മം ആരംഭിക്കാതിരിക്കുന്നത് കൊണ്ട്. നൈഷ്കർമ്മ്യം, നൈഷ്കർമ്മ്യ ആത്മനിഷ്ഠ. പുരുഷ ആദ്യത്തെ ന അശ്നുതയോട് ചേർത്ത്
ന അശ്നുതേ എന്ന് പറയണം. കർമ്മണാം അനാരംഭാത് പുരുഷഃ നൈഷ്കർമ്മ്യം ന അശ്നുതേ. കർമ്മത്തെ ആരംഭിക്കാതിരിക്കുന്നത് കൊണ്ട് പുരുഷൻ നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നില്ല. ഓക്കെ. നച്ച സന്യാസനാത് ഏവ, വെറും സന്യാസം ചെയ്യുന്നത് കൊണ്ട് മാത്രം, നച്ച സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി, സിദ്ധിം ന സമധിഗച്ഛതി, സിദ്ധിയെ പ്രാപിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള പദാർത്ഥം മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഇത് സ്വാമി പറയുന്നതിന് കാരണം, നമ്മൾ വിശദമായിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് രണ്ടാമത്തെ വരിയിൽ സിദ്ധി എന്ന് പറഞ്ഞു, ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള ചർച്ചകൾക്കൊക്കെ ന്യായമുണ്ട്. പക്ഷെ ഒരു ജ്ഞാനയജ്ഞത്തിൽ നമുക്ക് ആകത്തുകയിൽ ഒരു ചിത്രം കാണുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ള പദാർത്ഥം സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. പിന്നീട് നമ്മൾ സൗകര്യപൂർവ്വം ഈ ശ്ലോകം എടുത്ത് വീണ്ടും മനനം ചെയ്യണം എന്നാണ് സന്ദേശം. നമുക്കിപ്പോൾ തൽക്കാലം സിദ്ധിയും നൈഷ്കർമ്മ്യവും ഒന്നാണ് എന്ന് എടുക്കാം, തെറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ഭഗവാൻ രണ്ട് പദപ്രയോഗം നടത്തി എന്നുള്ളത് ചർച്ചാ വിഷയമാണ്, അതിപ്പോ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇവിടെ രണ്ട് സാധ്യതകളാണ് ഭഗവാൻ നിഷേധിച്ചിരിക്കുന്നത്. എന്തൊക്കെ സാധ്യതയാണ്? ചെയ്തു വരുന്ന കർമ്മം തുടരുകയും പുതിയൊരു കർമ്മം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നവൻ ക്രമേണ നൈഷ്കർമ്മ്യം പ്രാപിക്കാൻ സാധ്യതയുണ്ടോ? ഭഗവാൻ റൂൾ ഔട്ട് ചെയ്യണു, നോ. ഓക്കെ. ഇനി ചെയ്യുന്ന കർമ്മത്തെ തന്നെ അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്ന സന്യാസത്തെ ചെയ്യുകയാണെങ്കിലോ? വീണ്ടും ഭഗവാൻ നിഷേധിക്കുന്നു, നോ. ഓക്കെ. ഇവിടെ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നു, മാം ച ബന്ധകാരണേ കർമ്മണിയേവ നിയോജയസി ഇതി വിഷണ്ണമാനസം കർമ്മണ ആരഭേ ഇതി ഏവം മന്വാനം ആലക്ഷ്യ ഭഗവാൻ ന കർമ്മണാം അനാരംഭാത് ഇതി ആ. ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്? മാം ച ബന്ധകാരണേ കർമ്മണി ഏവ നിയോജയസി, ബന്ധമുണ്ടാക്കുന്നതായ കർമ്മത്തിൽ തന്നെ എന്നെ അങ്ങ് നിയോഗിക്കുന്നുവോ? ഏവം വിഷണ്ണ മാനസം. ഇപ്രകാരം മൂഡ് ഔട്ടായിട്ടിരിക്കുന്ന അർജുനൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അർജുനനാകെ മൂഡ് ഔട്ടായിട്ടിരിക്കുക. എന്താ മൂഡ് ഔട്ടായിരിക്കാൻ കാരണം? അർജുനന് ശ്രേയസിന്റെ, സ്വാസ്ഥ്യത്തിന്റെ, ശാന്തിയുടെ, സന്തോഷത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ വഴി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അർജുനന് പരിചയമുള്ള വഴി തന്നെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്ത്? പോയിട്ട് ജോലി ചെയ്യുന്നു. അർജുനന്റെ വിഷയത്തിലാണെങ്കിൽ യുദ്ധം ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അർജുനൻ വെച്ച് നീട്ടിയ ന്യായങ്ങളൊക്കെയോ അതൊക്കെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് ഭഗവാൻ പറയണു, പോയി ജോലി ചെയ്യുന്നു. ഓക്കെ. നമ്മളോട് ഇപ്പൊ ഭഗവാൻ എന്താ പറയുണ്ടാവുക? മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ലേട്ടാ, അവനവന്റെ ജോലി ചെയ്യുന്ന വേണട്ടോ. അവൻ നമ്മൾ ചോദിക്കുന്നു, അത് ബന്ധനം ഉണ്ടാക്കില്ലേ? ഇത്രത്തോളം കാര്യങ്ങൾ വഷളായത് എങ്ങനെയാണെന്നാണെങ്കിൽ കർമ്മങ്ങൾ ചെയ്തിട്ട. ഇനിയിപ്പോ കൂടുതൽ വഷളാക്കാനാണോ നിർദ്ദേശം? ഇത് വിഷണ്ണ മാനസ. മൂടൗട്ട് മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അർജുനെ ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, കർമ്മണ ആരഭേ ഇത് മന്വാനം. ഞാനൊരു കർമ്മവും ആരംഭിക്കാൻ പോണില്ല, ഇനിയും കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ചിന്തിക്കുന്ന അർജുനനോട് ഭഗവാൻ പറയണു, അനാരംഭാത് അപ്രാരംഭാത് കർമ്മണാം ക്രിയാണാം യജ്ഞാദീനാം. കർമ്മത്തെ, ക്രിയകളെ, യജ്ഞങ്ങളെ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇഹ ജന്മനി ജന്മാന്തരേവ അനുഷ്ഠിതാനാം ഉപാത്ത ദുരിതക്ഷയ ഹേതുത്വേന സത്വശുദ്ധി കാരണാനാം കർമ്മണാം തത് കാരണത്വേന ച ജ്ഞാനോത്പത്തി ദ്വാരേണ ജ്ഞാനനിഷ്ഠാ ഹേതൂനാം കർമ്മണാം അനാരംഭാത്. ഇവിടെ നമുക്ക് ചെയ്യാൻ നിയുക്തമായി കിട്ടിയ, നമ്മളെല്ലാവരും ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ നിയുക്തരായിട്ടുണ്ടല്ലോ, ആ കർമ്മങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ? നമുക്കൊക്കെ ഓരോരോ
ജോലി ചെയ്യാനുള്ള ദൗത്യം വന്നു ചേർന്നിട്ടുണ്ടല്ലോ അല്ലേ? എന്ത് തോന്നുന്നില്ല, എനിക്ക് ഒന്നും അങ്ങനെ ഒന്നും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല, അങ്ങനെയൊന്നും ആരും ഇല്ലല്ലോ അല്ലേ? നമുക്കൊക്കെ എന്തൊക്കെയോ ജോലി ചെയ്യാനുണ്ട്, റൈറ്റ്? ആ ജോലിയെ ഗൗരവത്തിലെടുക്കും. എന്നിട്ട് ആ ജോലിയെ സംബന്ധിച്ച് പറയുന്ന വിശേഷണം കേൾക്കൂ. എന്താ ജോലിയെ സംബന്ധിച്ചുള്ള വിശേഷണം? ജന്മജന്മാന്തരേവ ഇഹജന്മനി ജന്മാന്തരേവ, ഇജ്ജന്മത്തിലും മുജ്ജന്മത്തിലും എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായിട്ട് പരമ്പരയായിട്ട് നമ്മൾ സമാഹരിച്ചിട്ടുള്ള സകല ദുരിതങ്ങളെയും വാസനകളെയും നശിപ്പിക്കാൻ സമർത്ഥമാണ് ഇപ്പോൾ നമുക്ക് സംഗതമായി വന്നിട്ടുള്ള കർമ്മം. ഓക്കെ, കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ, എനിക്ക് ജന്മജന്മാന്തരങ്ങളിലായി സമാഹരിച്ച വാസനകളുണ്ടല്ലോ ദൈവമേ, ഇത് ഞാൻ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം എന്താ? ജോലി മര്യാദയ്ക്ക് ചെയ്യൂ. ക്ലിയർ? ഇതാണ് കർമ്മത്തിന്റെ വിശേഷണം. നമുക്ക് ലഭിച്ചിട്ടുള്ള ദൗത്യത്തിന്റെ വിശേഷണം ഇതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുറപ്പിച്ചോളൂ. രാവിലെ എണീറ്റിട്ട് എന്ന് ചിന്തിക്കാതെ, എന്റെ ദുരിതം ക്ഷയിപ്പിക്കണം, അതിന് ഞാൻ കർമ്മം ചെയ്യട്ടെ എന്ന് പൊടി തട്ടി എണീക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടത്. രാത്രി കിടക്കാനെല്ലാം റെഡിയായി കഴിയുമ്പോൾ എന്തൊരു സന്തോഷം, ഇനി സുഖമായിട്ട് ഉറങ്ങാമല്ലോ. രാവിലെ അലാം അടിക്കുമ്പോഴോ കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ തുറന്നേ, തലേ ദിവസത്തെ പാത്രങ്ങൾ മുഴുവൻ പൊതിരാനിട്ടിട്ടുണ്ട് എന്നാണ് പറയുക. ഒരു പൊതിരേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം കൈയോടെ കഴുകിയാൽ തീരുന്നതായിരുന്നു. അത് വെച്ചു തുണി അലക്കാൻ, ഇങ്ങനെ അടുക്കളയിൽ നിന്ന് തുടങ്ങി. ഇനി ഓഫീസിൽ പോയ എത്ര ഫയലാണ് ദൈവമേ പെൻഡിങ്ങിൽ. എല്ലാ തുറയിലുള്ളവർക്കും പരാതിയാണ്. ഈ പരാതി മാറ്റാൻ പുതിയ ആറ്റിറ്റ്യൂഡ്, സമീപന ശൈലി. എന്താ സമീപന ശൈലി? എന്താ ആറ്റിറ്റ്യൂഡ്? ജസ്റ്റ് തിങ്ക്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ക്ലീൻ യുവർസെൽഫ്. മനസ്സിലായില്ലേ? നമ്മിലെ രാഗദ്വേഷാദി കാലുഷ്യങ്ങളെയും വാസന സഞ്ചയത്തെയും ബന്ധനത്തെയും ഒക്കെ ഇല്ലാതാക്കി പരിശുദ്ധമാക്കാൻ ഈ കർമ്മം തന്നെയുള്ളൂ വഴി. ഓക്കെ, ആ നിലയിൽ കർമ്മം ചെയ്യാൻ ദിവസവും രാവിലെ തീരുമാനിക്കണം എന്ന് ഈ ശ്ലോകം കൊണ്ട് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. പറയൂ, ഓരോന്ന് തീരുമാനമായിട്ട് പോട്ടെ. ഓക്കെ, പിന്നെ ദിവസവും രാവിലെ നമ്മൾ പുതിയൊരു ഉത്സാഹത്തോടു കൂടി ഉണരുന്നു. എന്താ ഉത്സാഹത്തിന്റെ ന്യായം? ഞാൻ ജന്മജന്മാന്തരങ്ങളിലായിട്ട് സമാഹരിച്ചിട്ടുള്ള ദുരിതത്തെ ക്ഷയിപ്പിക്കാൻ എനിക്ക് ഇതേ ഒരു സുദിനവും കൂടി കൈവന്നിരിക്കുന്നു. ഇന്നുകൊണ്ട് ഞാൻ മാക്സിമം കർമ്മവാസനകളെ ഡിസ്മിസ് ചെയ്തിരിക്കും. അങ്ങനെ തീരുമാനിക്കും. വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പേ വെൽ ഡൺ എന്ന് പറഞ്ഞോളൂ, ഇന്നത്തെ ഒരു ബണ്ടില് തീർത്തിട്ടുണ്ട്. ക്ലിയർ? ഇതാണ് കർമ്മത്തിന്റെ വിശേഷണം. മാത്രമല്ല, അങ്ങനെ സത്വശുദ്ധി കാരണാനാം കർമ്മണാം, ഇങ്ങനെ സത്വശുദ്ധിയെ സമ്മാനിക്കുന്ന കർമ്മങ്ങളെ ചെയ്താൽ എന്താ ഗുണം? തത് കാരണത്വേന ച ജ്ഞാനോത്പത്തിദ്വാരേണ ജ്ഞാനനിഷ്ഠ. ഈ പ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ അത് ജ്ഞാനോത്പത്തിക്ക് സഹായകമാവും. ഇവിടെ ഒരു രഹസ്യമുള്ളത്, സൂക്ഷ്മമായ ഗൗരവമായ ചർച്ചാ വിഷയമാണ് വീണ്ടും. പക്ഷെ അത് നമ്മൾ അത്ര ഗൗരവത്തിൽ ഇപ്പം ചിന്തിക്കണ്ട. പക്ഷെ ഓർമ്മ വെച്ചോളൂ, കർമ്മം ചെയ്യുന്നത് കൊണ്ടോ ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ മോക്ഷം കിട്ടുന്നില്ല. കേട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർമാനുഷ്ഠാനവും മോക്ഷവും തമ്മിൽ ഡയറക്റ്റായിട്ട് ബന്ധം ഇല്ല. എന്നിട്ടും ഭഗവാൻ പറയുന്നു കർമ്മം ചെയ്യൂ. പിന്നീട് ഭഗവാൻ പറയും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം, ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു സംതിങ് എന്നും ഭഗവാൻ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലൈൻ ഓഫ് തിങ്കിങ്ങിൽ അങ്ങനെ മുന്നോട്ട് പോവാം.
പക്ഷെ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠവും കൂടിയുണ്ട്. കർമ്മവും തത്വ അവസ്ഥാനവും ജ്ഞാനവും ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ഒരു പക്ഷേ ഇങ്ങനെയും കൂടി ഉറപ്പിച്ചോളൂ, കർമ്മം ജ്ഞാനവിരോധിയും ആണ്. ഓക്കെ? അപ്പൊ ഈ കർമ്മജ്ഞാനവിരോധിയാണെങ്കിൽ കർമാനുഷ്ഠാനത്തിലൂടെ എങ്ങനെ മോക്ഷം കിട്ടും, ജ്ഞാനം കിട്ടും എന്നുള്ള ചോദ്യമുണ്ട്. അതിന് ഈ അധ്യായം ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാമി ആ കോംപ്ലിക്കേഷനിലേക്ക് ഇപ്പൊ പോവാത്തത്. നമുക്കിപ്പോൾ എന്താ തീരുമാനിക്കാനുള്ളത്? ജന്മജന്മാന്തരങ്ങളിലായി ഞാൻ സമാഹരിച്ച ദുരിതങ്ങളൊക്കെ ക്ഷയിപ്പിക്കാനുള്ള സുവർണാവസരമാണ് ഓരോ സുദിനവും നമുക്ക് തരുന്നത്. അതുകൊണ്ട് കർമ്മങ്ങളെ ചെയ്യാം. ഈ തീരുമാനത്തിൽ കുറച്ചോളൂ. കർമ്മത്തെ അനുഷ്ഠിക്കാതെ അനാരംഭാത് അനനുഷ്ഠാനാത് നൈഷ്കർമ്മ്യം കർമ്മശൂന്യതാം ജ്ഞാനയോഗേന നിഷ്ഠാം നിഷ്ക്രിയ ആത്മസ്വരൂപേണ ഏവ അവസ്ഥാനം. ആത്മാവിൽ കർമ്മമേ ഇല്ല. കാരണം കർമ്മം വേണമെങ്കിൽ കരണം വേണം, ദേശം വേണം, കാലം വേണം, ആധാരം വേണം, ഇങ്ങനെ പല ഘടകങ്ങളും വേണം. ജ്ഞാനനിഷ്ഠയുടെ വിഷയം എന്താണ്? ഏകമേവ അദ്വിതീയം. അതാണ് ജ്ഞാനനിഷ്ഠ. അവിടെ കർമ്മത്തിന് പ്രസക്തിയേ ഇല്ല. ഓക്കെ? ആ ജ്ഞാനനിഷ്ഠ, നൈഷ്കർമ്മ്യ ആത്മസ്ഥിതി, അത് കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് കിട്ടില്ല എന്നാണ് ഇപ്പൊ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതങ്ങനെ തന്നെ ധരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതുകൊണ്ട് ദിവസവും നമ്മൾ എന്ത് തീരുമാനിച്ചോളാം? കർമ്മം ചെയ്യാൻ തീരുമാനിക്കും. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ചോദ്യം അർജുനൻ തന്നെ ചോദിക്കുന്നുണ്ടാവും. അർജുനന്റെ മുഖത്ത് നിന്ന് അത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഉത്തരം പറയുന്നുണ്ട്. അത് പിന്നെ നമുക്ക് പ്രശ്നമില്ല, മുന്നോട്ട് പോവാം. ഓക്കെ? അപ്പൊ അങ്ങനെയുള്ള കർമ്മം അനുഷ്ഠിക്കാതെ ആത്മസ്വരൂപേണ ഏവ അവസ്ഥാനം പുരുഷ ന അശ്നുതേ. ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മീയ സാധകൻ എന്നാണ് വാഗർത്ഥം. അല്ലാതെ സ്ത്രീ പുരുഷ ഭേദം കൽപ്പിച്ചു എന്ന് വിചാരിക്കരുത്. ആത്മീയ വിഷയത്തിൽ ശ്രദ്ധയുള്ള ആള് ഇത് പ്രാപിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്നാണ് നിരീക്ഷണം. ഓക്കെ? ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നച സന്യസനാദേവ നച സന്യസനാത് കേവലാത് കർമ്മ പരിത്യാഗ മാത്രാത് ജ്ഞാനരഹിതാത്. ഇത്രയാണ് അതിന്റെ വിശദീകരണം. നച സന്യസനാദേവ എന്ന് പറഞ്ഞതുകൊണ്ട് കേവലം സന്യാസം കൊണ്ട് മാത്രം, ചെയ്തു വരുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനരഹിതാത്. ജ്ഞാനം നേടിയിട്ടില്ല, സന്യാസം മാത്രം കേമായിട്ട് ചെയ്തിരിക്കുന്നു. എന്താ സന്യാസം ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥം? ചെയ്തു വരുന്ന കർമ്മമൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ കയ്യും കെട്ടിയിരിക്കുന്നതുകൊണ്ട് നൈഷ്കർമ്മ്യ സിദ്ധി ഉണ്ടാവോ? നച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഓക്കെ? ഇവിടെ അർജുനന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അർജുനനെ ഇപ്പൊ എന്താ കർമ്മസന്യാസം എന്ന് പറഞ്ഞിട്ട് ചെയ്യുക? അമ്പും വില്ലും ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ പോയി ധ്യാനിക്കും, അല്ലേ? പക്ഷേ സഞ്ചിത വാസനകൾ, പ്രാരബ്ധ വാസനകൾ അർജുനനെ ആ ഹിമാലയ പരിസരത്തിലും ഹോണ്ട് ചെയ്യും. റൈറ്റ്? ഇതിനെക്കുറിച്ച് ആചാര്യന്മാര് ഇത്തിരി തമാശ കലർത്തി പറയുക. അർജുനൻ എല്ലാം ഉപേക്ഷിച്ച് അവിടെ പോയി, എന്നിട്ട് ധ്യാനവും ശാസ്ത്ര പഠനമൊക്കെ ആയിട്ട് കഴിയും. മാമുണ്ണന്റെ ഭിക്ഷയ്ക്ക് പോകും. അങ്ങനെ ഭിക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ചിലര് ഭിക്ഷാന്തേഹി എന്ന് പറയുമ്പോൾ കൊടുക്കും. പക്ഷെ ചിലര് എത്രത്തോളം നിഷ്ഠ നേടിയിട്ടുണ്ട് നോക്കാൻ വേണ്ടി ചിലപ്പോൾ പരിഹസിക്കും. നാണോ ഇല്ലല്ലോ ഇത്രയും ചെറുപ്പത്തിൽ എരന്ന് തിന്നാൻ, അധ്വാനിച്ച് ജീവിച്ചൂടെ, താനൊരു ചെറുപ്പക്കാരനല്ലേ എന്നാരെങ്കിലും ചോദിച്ചു എന്ന് വിചാരിക്കുക. എന്തിനാ ചോദിക്കുന്നത്? ആ ഒരു നിഷ്ഠ പരിശോധിക്കാൻ വേണ്ടിയോ?
ഈ ചോദ്യം നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഹിമാലയ പരിസരത്തിലെ ചോദ്യമാണ് സ്വാമി പറയുന്നത്. കേരളത്തിലാണെങ്കിൽ അതിന് വേറെ അർത്ഥം ഉണ്ടാവും. അവിടെ ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പരീക്ഷണാർത്ഥമാണ്. എത്രത്തോളം നിങ്ങൾക്ക് നിഷ്ഠയുണ്ട് നോക്കാൻ വേണ്ടി. അപ്പൊ അർജുനൻ പറയും, ദേ തള്ളെ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാന്നാ വിചാരിച്ചത്? ലോകൈക ധനുധരനായ പാർത്ഥനാണ് ഞാൻ. കർണന്റെ ദുസ്വപ്നം, ദുര്യോധനന്റെ എക്കാലത്തെയും ഭീതി, ഭീഷ്മരുടെ ആരോമലുണ്ണി, ദ്രോണാചാര്യരുടെ പ്രിയങ്കര ശിഷ്യൻ. മനസ്സിലായില്ലേ? ഇതൊക്കെ എവിടുന്ന് വന്നു? റൈറ്റ്? അതൊക്കെ ഉള്ളിക്കിടക്കുമ്പോ ഏത് ഹിമാലയത്തിൽ പോയി കണ്ണടച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നാണ് ശ്ലോകത്തിൽ ചോദ്യം. തത്വജ്ഞാന നിഷ്ഠ കൊണ്ട് ഒരാളുടെ കർമാനുഷ്ഠാനം തനിയെ കൊഴിഞ്ഞു പോയെന്നിരിക്കട്ടെ, അത് ജ്ഞാനനിഷ്ഠന് ആഭൂഷണമായിരിക്കും. മറ്റൊരു ഭാഷയിൽ വിശദീകരിക്കാറുള്ളത്, കിരീടം രാജാവിന് ഭൂഷണമാണ് എന്ന് കരുതി കിരീടം വെച്ചവരൊക്കെ രാജാക്കന്മാരാവൂ? മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് സന്യാസം എന്ന ലിംഗത്തെ, സന്യാസം എന്ന പ്രക്രിയയെ, കർമ്മ ഉപേക്ഷ എന്ന പ്രക്രിയയെ അല്ല നാം ആവാഹിക്കേണ്ടത്. പിന്നെയോ ജ്ഞാനനിഷ്ഠയാണ് ഉറപ്പാക്കേണ്ടത്. ശ്ലോകാർത്ഥം മനസ്സിലായില്ലേ? ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കസ്മാത് പുനഃ കാരണാത് കർമ്മസന്യാസ മാത്രാത് ഏവ ജ്ഞാനരഹിതാത് സിദ്ധിം നൈഷ്കർമ്മ്യ ലക്ഷണം പുരുഷഃ ന അധിഗച്ഛതി ഇതി ഹേത്വാകാംക്ഷായാം ആഹ നഹി കശ്ചിത്. അടുത്ത ശ്ലോകത്തിന്റെ ഇൻട്രൊഡക്ഷൻ. എന്ത് ബേസിസിലാണ് ഭഗവൻ? ഇവിടെ ഒരു ഹേത്വാകാംക്ഷ. ഹേത്വാകാംക്ഷ എന്ന് പറഞ്ഞാൽ എന്താ കാരണം എന്ന ചോദ്യം. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും എന്ത് കർമ്മ സന്യസിച്ചതുകൊണ്ട് മാത്രം ജ്ഞാനനിഷ്ഠ ഉണ്ടാവില്ല എന്ന്? എങ്ങനെ പറയാൻ കഴിയും? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്? വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ്? ചോദ്യം മനസ്സിലായില്ലേ? കസ്മാത് പുനഃ കാരണാത്, എന്ത് കാരണം കൊണ്ടാണ്, ഏത് ലോജിക്ക് വെച്ചിട്ടാണ് കർമ്മസന്യാസമാത്രാദേവ ജ്ഞാനരഹിതാത്, വെറും കർമ്മത്തെ സന്യസിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ജ്ഞാനം നേടാതെ തന്നെയും നൈഷ്കർമ്മ്യ സിദ്ധി ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്? എന്ത് കാരണം കൊണ്ടാണ്? ഭഗവാൻ പറയണു, യു നോ അർജുന, ഇഫ് യു ട്രൈ ഓൾസോ യു വോണ്ട് സക്സീഡ്. ജ്ഞാനരഹിതനായി കർമ്മത്തെ സന്യസിക്കാൻ നീ വിചാരിച്ചാലും നിനക്ക് വിജയിക്കാൻ സാധിക്കില്ല. വൈ? ഓക്കെ, കേട്ടോളൂ. അടുത്ത ശ്ലോകം. എന്താ അടുത്ത ശ്ലോകം? നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. സർവേപി ലോകഃ പ്രകൃതിജൈഃ ഗുണൈഃ സത്വരജസ്തമോഭിഃ സ്വഭാവപ്രഭവൈഃ രാഗദ്വേഷാദിഭിഃ വ കർമ്മ കായികം വാചികം മാനസികം വ കാര്യതേ ഹി അവശം തത്ര പ്രവർത്തതേ. ഇതാണ് കാരണം. എന്താ കാരണം? സർവേപി ലോകഃ, എല്ലാവരും, എക്സംഷൻസേ ഇല്ല. പക്ഷെ ശങ്കരാചാര്യ സ്വകാര്യം പറയും, ജ്ഞാനനിഷ്ഠന്മാര് എക്സംപ്റ്റഡ് ആണ്. പക്ഷെ അത് നമ്മളിപ്പോ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്കൊന്ന് എന്തായാലും അത് തീരുമാനിക്കാം. നഹി കശ്ചിത് ക്ഷണമതി, ഒരു ക്ഷണം പോലും ആർക്കും
വെറുതെ ഇരിക്കാൻ പറ്റില്ല. ജാതു തിഷ്ഠതി അകർമ്മകൃത്. ഒരിക്കലും ഒരാളും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല, ഇരിക്കാൻ പറ്റില്ല. ന അകർമ്മകൃത്ത്, അകർമ്മകൃത്തായിട്ട് ഒരാള് ന തിഷ്ഠതി, വർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാര്യതേ, കാര്യതേ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഏതോ ചില നിയോഗങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്തു പോവും. എങ്ങനെ ചെയ്തു പോവുക? അവശഃ, ഹെൽപ്ലെസ് ആയിട്ട്, ഹെൽപ്ലെസ് ആയിട്ട് നമ്മൾ കർമ്മം ചെയ്തു പോവും. കാര്യതേഹി അവശഃ കർമ്മം, കർമ്മം ചെയ്തു പോകും. ആരാ നമ്മളെ കൊണ്ട് കാര്യത എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുന്നത്? ആരാ ഇതിന്റെ പിറകിൽ എന്നാണെങ്കിൽ പറയുന്നു, പ്രകൃതിജൈഹി ഗുണൈഹി. പ്രകൃതിച്ച ഗുണങ്ങളാലാണ് നമ്മൾ കർമ്മം ചെയ്യാൻ നിർബന്ധിതരാകുന്നത്. പ്രകൃതിച്ച ഗുണങ്ങളാൽ. അപ്പൊ അടുത്ത ചോദ്യം, എന്താണ് പ്രകൃതിച്ച ഗുണങ്ങൾ? നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന പ്രകൃതിച്ച ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലളിതമായി മനസ്സിലാക്കേണ്ടത് സത്വം, രജസ്, തമസ്. ഈ സത്വത്തിന്റെയും രജസിന്റെയും തമസിന്റെയും 100,000 ചേരുവകളുടെ സ്വാധീനത്തിലാണ് നമ്മളെല്ലാവരും. മനസ്സിലായില്ലേ? 100,000 ചേരുവയാണേ. ആകെ 3 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 100,000 ചേരുവകൾ അതിന്റെ സ്വാധീനത്തിലാണ്. അതുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുതരം എന്താ പറയാ, വാശിയോടെ ചോദിക്കും, ദേ നോക്കൂ, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എങ്ങനെ പറയും, 1 മിനിറ്റ് പോലും ആർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല? വേണമെങ്കിൽ കണ്ണു അടച്ചിരുന്ന് കാണിച്ചത്. ഓക്കെ. അപ്പൊ ആചാര്യന്മാർ ചോദിക്കുന്നു, കായികമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ട് തീരുമാനിക്കാം, പക്ഷെ മാനസികമായിട്ട് ചെയ്യുന്നില്ല എന്ന് എങ്ങനെ തീരുമാനിക്കും? ക്ലിയർ? ഇവിടെ കായികം, വാചികം, മാനസികം വാ. കായികമായി ചെയ്യുന്നതും കർമ്മമാണ്, വാചികമായി ചെയ്യുന്നതും കർമ്മമാണ്, മാനസികമായി ചെയ്യുന്നതും കർമ്മമാണ്. അഥവാ കായികമായി ചെയ്യുന്നതിനേക്കാൾ ഗൗരവമേറിയതാകുന്നു മാനസം കൃതം കൃതം രാമ. വസിഷ്ഠര് പറയും, മാനസം കൃതം കൃതം രാമ. മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ലേ കൂടുതൽ സങ്കീർണം എന്ന് ചോദിക്കുക. അഥവാ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് എത്രയോ മുമ്പ് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്തു കഴിഞ്ഞു അല്ലേ? സോ ഇമ്പാക്ട് ഇസ് ദി സെയിം. ഓക്കെ. അപ്പൊ ആ വാശി ഉപേക്ഷിക്കാം. ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ക്ലിയർ? ത്രിഗുണങ്ങളെക്കുറിച്ച് 2 തരത്തിൽ ഇവിടെ ഗ്രഹിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ത്രിഗുണങ്ങൾ തന്നെയാണ് വാസനാബലമായി നമ്മെ ഓരോന്ന് ചെയ്യിപ്പിക്കുക. അഥവാ ഒരു വാസനയെ നമ്മൾ കീറി മുറിച്ച് പരിശോധിച്ചാൽ അത് സത്വം, രജസ്, തമസ് ഇതിന്റെ ഒരു പ്രത്യേക ചേരുവയായിരിക്കും. വേറൊരു വാസനയെ എടുത്ത് പരിശോധിച്ചാൽ വേറെ പ്രകാരത്തിൽ സത്വം, രജസ്, തമസ് ചേർന്നായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പ്രകൃതി ജയർ ഗുണൈഹി എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ വാസനാപ്രഭാവം കൊണ്ട് അഥവാ അവയ്ക്ക് അടിസ്ഥാനമായ ത്രിഗുണ സ്വാധീനം കൊണ്ട് നാം കർമ്മം ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നാണ് ഇവിടെ ശ്ലോകാർത്ഥത്തെ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ലളിതമായിട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചാൽ, ഒന്ന് കിടക്കട്ടെ എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ കിടക്കുന്നു. പോയി കിടന്ന സമയത്താണ് പെട്ടെന്ന്, അല്ല, ഒരു മെസ്സേജ് വന്നതിന് മറുപടി അയച്ചില്ലല്ലോ. ആ ചിന്ത വരുമ്പോഴേക്ക്
നമ്മൾ എണ്ണീട്ടു അല്ലേ? അപ്പൊ മെസ്സേജ് വന്നു എന്ന് വായിച്ചത് വാസനയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ വാസനയാണ് ഉണർന്നു വന്നത്. അപ്പൊ ഇനി നമുക്ക് അവിടെ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റില്ലേ? മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ ഒരു സ്വാധീനം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത് പ്രബലയാണ് എന്ന് പ്രകൃതിയെക്കുറിച്ച് പിന്നീട് ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. വളരെ പ്രബലയാണ്, അത് നമ്മളെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, അതിന്റെ തീവ്രതയെ മനസ്സിലാക്കണം, അതിന്റെ കരുത്തിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയും. വളരെ പ്രബലമാണ്. ഈ ആശയം വ്യക്തമാക്കാൻ വേണ്ടി രസകരമായ ഒരു സംഭവകഥ കേട്ടിട്ടുള്ളത് വളരെ ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് സ്വാമി നിങ്ങൾ കേട്ടതാണെങ്കിലും ആവർത്തിക്കട്ടെ. ശക്തൻ തമ്പുരാനെ സംബന്ധിക്കുന്ന കഥയാണ്. ശക്തൻ തമ്പുരാൻ ഒരിക്കല് കൊട്ടാരത്തിൽ നടക്കുന്ന ചാക്യാർ കൂത്ത് കേൾക്കാൻ ചെന്നിരുന്നു. തമ്പുരാൻ പക്ഷെ നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ചാക്യാരുടെ ഒരു സ്വാതന്ത്ര്യം കൂത്ത് നടത്തുന്ന സമയത്ത് അദ്ദേഹമാണ് ഏറ്റവും പ്രോട്ടോകോൾ അനുസരിച്ച് ഉയരത്തിൽ നിൽക്കുക. രാജാവൊന്നും അവിടെ രാജാവിനൊന്നും അവിടെ സ്ഥാനമില്ല. ആരെ വേണമെങ്കിലും കളിയാക്കാനും ചാക്യാർക്ക് അധികാരമുണ്ട്. ശക്തൻ തമ്പുരാൻ വന്നിരുന്ന സമയത്ത് ഈ തമ്പുരാന് പൂച്ചയുടെ കണ്ണ്, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ അല്ലേ, കാറ്റ് ഐ, അതുണ്ട്. അത് പലരും സൗന്ദര്യമായിട്ടൊക്കെ എണ്ണും. ഒരു വ്യത്യസ്തത ഉണ്ടാവണം, നല്ലതല്ലേ ചോദിക്കുക. അപ്പൊ പൂച്ചയുടെ എന്തോ ഒരു പ്രതിപാദനം വരുന്ന സമയത്ത് ചാക്യാർ അത് എടുത്തങ്ങോട്ട് പ്രയോഗിച്ചു. വന്നിരിക്കണമെന്ന് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു. ഇത് തമ്പുരാൻ സഹിച്ചില്ല. ശക്തൻ തമ്പുരാനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാ ഭാവവും. ആളെ ഇരിപ്പിടത്ത് നിന്ന് എണീറ്റു പുറത്തേക്ക് നടന്നു. ഒരു ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ചാക്യാര് കൂത്ത് കഴിഞ്ഞ് പോകുമ്പോ ഒന്ന് മുഖം കാണിച്ചിട്ട് പോകാൻ പറയൂട്ടോ. ഭൃത്യൻ തീരുമാനിച്ചു, ഒട്ടുക്കത്തെ കാണിക്കലാവും. കൂത്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ചെന്ന് പറഞ്ഞു, രാജാവ് മുഖം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചാക്യാരുടെ ഒരു ഭാവം ആലോചിക്കാമല്ലോ. ചെന്നു മുഖം കാണിക്കാൻ. മഹാരാജാവ് ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കും. ചാക്യാരെ, ഇപ്പെന്താ തോന്നണത്? ചാക്യാര് പറഞ്ഞു, പൂച്ചയുടെ മുന്നപ്പെട്ട എലിയുടെ ഭാവമാണ്. ചരിത്ര സംഭവമാണ് അത്രേ. ഊരിയ വാള് ആദ്യമായിട്ട് ശക്തൻ തമ്പുരാൻ തല കൊയ്യാതെ തിരിച്ചൊറയിലിട്ടു. കാരണം ചാവാൻ നേരത്തും വിട്ടില്ലല്ലോ നർമ്മബോധം. കഴുത്തി കിടക്കണ മാല ഊരി കൊടുത്തു എന്ന് ഈ അടുത്ത സ്വാമി തൃശ്ശൂരിൽ നിന്ന് കേട്ടു. ആ ഒരു വാസനാ ബലേ മനസ്സിലായില്ലേ? അത് എത്ര പ്രബലം അവിടെയും പ്രകടമായി. കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ചേർക്കണേ. അപ്പൊ നമ്മുടെ വാസനയെ അതിലംഘിക്കാൻ, കർമ്മവാസനകളെ അതിലംഘിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധ്യമല്ല. അന്ധകരണം ശുദ്ധമായാലേ ജ്ഞാനനിഷ്ഠ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവന് ഒരിക്കലും സദ്ഫലം കിട്ടില്ല. അതുകൊണ്ട് പാപാചാര. ഇപ്പൊ എന്താ സൂചന? കണ്ണടച്ചിരുന്നത് കൊണ്ട് യോഗിയും ആത്മനിഷ്ഠനുമാവാൻ പറ്റില്ല. അതാണ് സൂചന. അറിവിന്റെ അനുഭൂതിക്ക് കർമ്മം ഉപേക്ഷിക്കലാണ് വഴി എന്ന ധാരണ പിശകിനെയാണ് ഭഗവാൻ ഇവിടെ തിരുത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ശ്രദ്ധിക്കുമല്ലോ. എന്താ നമുക്ക് വേണ്ടത്? ഞാൻ
നൈഷ്കർമ്മിയാണ് എന്നുള്ള അറിവാണ് വേണ്ടത്. നൈഷ്കർമ്മി ആണോ അല്ലയോ? ആണ്. അല്ലെങ്കിൽ പിന്നെ അറിഞ്ഞിട്ട് വലിയ വിശേഷമൊന്നുമില്ല. മനസ്സിലാവുണ്ടത്? ഇപ്പോഴേ നൈഷ്കർമ്മിയാണ്. ഇതറിയുകയാണ് വേണ്ടത്. അതിന് ശാരീരികമായി കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് ആവശ്യമേ ഇല്ല. നമ്മൾ നൈഷ്കർമ്മ്യം എന്ന വിഷയത്തിൽ ആവേശിതനായിട്ട് എന്തു തീരുമാനിക്കണു? നിശ്ചേഷ്ടയെ അനുസരിക്കുന്നു. അപകടം മനസ്സിലായില്ലേ? ശരീരവും ആത്മനിഷ്ഠയും തമ്മിൽ ഒന്നും ബന്ധപ്പെടുത്താനില്ല. ശരീരത്തിന്റെ കാര്യം ആ നിലയിൽ നടക്കട്ടെ. പിന്നീട് ഭഗവാൻ പറയും ഗുണാഗുണേഷു വർത്തന്തേ. അതാണ് ശരീരത്തോട് പുലർത്തേണ്ട ആറ്റിറ്റ്യൂഡ്. അതിന് പകരം അതിങ്ങനെ അടക്കി വെച്ചിരുന്നാലോ? ഓടുന്ന കുതിരയെ തടഞ്ഞു നിർത്തുന്നത് കർമ്മമല്ലേ? ഭീകരമായ കർമ്മമാണ് അല്ലേ? മനസ്സിലായില്ലേ? അപ്പോ നൈഷ്കർമ്മ്യ ആത്മസ്ഥിതിക്കായിക്കൊണ്ട് ചെയ്യേണ്ടത് എന്താണ്? കർമ്മസംബന്ധിയായ അഭിമാനത്തെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ശരീരതലത്തിൽ കർമ്മം നടക്കുമ്പോഴും ഞാൻ കർമ്മത്തിൽ ഏർപ്പെടുന്നില്ലെന്നുള്ള അറിവാണ് നൈഷ്കർമ്മ്യം. 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും കർമ്മണി അകർമ്മഃ യഃ പശ്യേത്. ചടുലമായ കർമ്മരംഗത്തിൽ ആര് അകർമ്മത്തെ കാണുന്നുവോ, കർമ്മമധ്യത്തിൽ. അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് കർമ്മം ചെയ്യാൻ തീരുമാനിച്ചില്ലേ? ഇനി അടുത്ത തീരുമാനം എടുത്തോളൂ. എന്താ തീരുമാനം? ധ്യാനം എന്നതൊരു അഭിനയമാക്കില്ല എന്ന് ഉറപ്പിക്കുക. അതിന്റെ വിശദാംശം പിന്നീട് കുറച്ചുകൂടി പറയാം. തീരെ ധ്യാനിക്കേണ്ടതൊന്നും വെച്ച് കളയരുതേ. പഞ്ചവും തരവും കിട്ടുമ്പോഴൊക്കെ കണ്ണടച്ചിരുന്നോളൂ. പക്ഷേ ഞാൻ സന്യാസിയായി എന്നും ധ്യാനനിഷ്ഠ കിട്ടിയെന്നും അങ്ങനെയൊന്നും പറഞ്ഞു നടക്കണ്ട. കുറച്ചേരം കണ്ണടച്ചിരുന്നോളൂ. 3-ാമത് എടുക്കേണ്ട തീരുമാനം എന്താണെന്നറിയാമോ? കർമ്മം നടക്കുമ്പോഴും ഓട്ടി നടന്ന് കാര്യം ചെയ്യുമ്പോഴും ഹു ഈസ് ഡൂയിങ് എന്നൊരു ചോദ്യം ചോദിക്കും. ആർ വി ഏബിൾ ടു ഡു എനിത്തിങ്? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സത്യം പറഞ്ഞാൽ സാധിക്കുമോ? ചോദിക്കൂ ഈ ചോദ്യം. ഒരു പുൽക്കൊടി നുള്ളാൻ പോലും നമുക്ക് പറ്റില്ല. പിന്നെ എത്ര പുല്ല് നുള്ളി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരുപാട് ഘടകങ്ങൾ ഏകോപിതമായി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ്. ഡോണ്ട് സേ യു ഡിഡ് സംതിങ്. മനസ്സിലായില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ദയവേത് വിചാരിക്കാതിരിക്കൂ. പിന്നെയോ ഒരുപാട് ഘടകങ്ങൾ ഏകോപിതമായി ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അതൊക്കെ പണി മുടക്കിയാൽ നിങ്ങൾ എത്ര ചെയ്യാൻ വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ. പക്ഷാഘാതമൊക്കെ പിടിച്ച് കിടക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സ്വാമി കണ്ടിട്ടുണ്ട്. മരുമകൾ വന്ന് ദേഹം തുടപ്പിക്കുന്ന സമയത്ത് മൂളുക. സ്വാമി അന്വേഷിച്ചു ഇതെന്തെങ്ങനെ ബഹളം വെക്കണത്? എന്റെ സ്വാമി ഒരു കാലത്ത് വലിയ പ്രതാപശാലിയായിട്ട് നടന്ന ആളാണ്, ഇപ്പൊ വീണുപോയി. ഈ മരുമകള് അടുത്തു വന്ന് ശുശ്രൂഷിക്കുന്ന സഹിക്കാൻ പറ്റണില്ല. പക്ഷെ കയ്യാനക്കാൻ പറ്റില്ല. കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കർത്തൃത്വം ശരിക്കും ആർക്ക് അവകാശപ്പെട്ടതാണ്? ആർക്കും അവകാശപ്പെട്ടതാവട്ടെ, ഏതായാലും നമുക്ക് അവകാശപ്പെട്ടതല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ചിന്തിക്കുക എന്നുള്ളതാണ് അടുത്ത ആശയം. അല്ലാതെ നൈഷ്കർമ്മ്യത്തെ കർമ്മം ചെയ്യാതിരുന്നിട്ട് നേടേണ്ടതല്ല. ചടുലമായി കർമ്മം ചെയ്തുകൊണ്ടുള്ള നൈഷ്കർമ്മ്യത്തെ കുറിച്ച് ചിന്തിക്കൂ. ഈ ആശയം ആലോചിക്കൂ. വേറൊരു കാര്യം കൂടി പറയാം. ഈ കാര്യം വരുന്ന ഒരു ശ്ലോകത്തിൽ ഉപകാരപ്പെടും. ആ സമയത്ത് ഓർമ്മിച്ചോളൂ. ലോകത്തിൽ നടക്കുന്ന എത്രയോ വിപുലമായ ഭീമമായ കർമ്മങ്ങളിലൊന്നും ആരും കർത്തൃത്വ അവകാശത്തെ ഉന്നയിക്കുന്നില്ല. ഒന്നുകൂടി ആവർത്തിക്കാം. ലോകത്തിൽ നടക്കുന്ന ഭീമമായ കഠിന യത്നങ്ങളിലൊന്നും ആരും കർത്തൃത്വാവകാശവാദവുമായിട്ട് മുന്നോട്ട് വരുന്നില്ല. മനസ്സിലായോ?
കാറ്റ് വീശുന്നിടത്തും മഴ പെയ്യുന്നിടത്തും ഇടിയെടുക്കുന്നിടത്തും ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നിടത്തും ഓരോരോ ഗ്രഹങ്ങളും യഥാവിധി സഞ്ചരിക്കുന്നിടത്തും കോടാനുകോടി നക്ഷത്രജാലങ്ങൾ വിന്യസിച്ച് പ്രകാശിക്കുന്നിടത്തൊക്കെ ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു ഉണ്ടോ? സൂര്യൻ ചൊരിയുന്ന ഊർജ പ്രസരണ വിഷയത്തിൽ എപ്പോഴെങ്കിലും സൂര്യൻ അഭിമാനിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ലജ്ജാവഹമല്ലേ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൽ അത് നമുക്ക് വാസ്തവത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പോലും ഞാൻ ചെയ്തു എന്ന് അഭിമാനിക്കുന്നത്? ചോദ്യം മനസ്സിലായോ? അതുകൊണ്ട് കാലത്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു. കണ്ണടച്ചിരിക്കുന്ന വിഷയത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഓർമ്മിക്കാം. മൂന്നാമത്, ചെയ്യുന്ന കർമ്മങ്ങളിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തെ സമർപ്പിക്കുക. ഈ സമർപ്പണം ഒന്നുകിൽ പ്രകൃതി ചേഷ്ടയ്ക്ക് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ഈശ്വരന് സമർപ്പിക്കാം. ഇത് ഈ അധ്യായത്തിലുടനീളം ഓർമ്മിച്ചോളൂ കേട്ടോ. ഇനി വരുന്നുണ്ട് ഈ ആശയങ്ങൾ. ഒന്നുകിൽ പ്രകൃതി ചേഷ്ടയ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ത്രിഗുണങ്ങൾ ത്രിഗുണങ്ങളോട് പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? ഐ ആം നോട്ട് അറ്റ് ഓൾ എഫക്റ്റഡ്. ഇതാണ് ആത്മധ്യാനത്തിന് വേണ്ടത്. ഐ ആം ബിയോണ്ട്. ഞാൻ ഈ ശരീരത്തിൻ്റെയും ഇന്ദ്രിയ മനസ്സുകളുടെയും ഒക്കെ കർമ്മസങ്കീർണതകൾക്കൊക്കെ അപ്പുറത്ത് വിരാജിക്കുന്ന സാക്ഷി സ്വരൂപൻ മാത്രമാണ്. അങ്ങനെ പ്രകൃതി ചേഷ്ടയ്ക്ക് വിട്ടുകൊടുക്കുക. അല്ലെങ്കിലോ ഹീ ഡസ് ത്രൂ മീ, ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ് എന്ന് ചിന്തിക്കാം. സാക്ഷാൽ ഈശ്വരൻ എന്നിലൂടെ ചെയ്യുന്നു. കർമ്മസംബന്ധിയായ അഭിമാനത്തെ, കർത്തൃത്വാഭിമാനത്തെ ഒന്നുകിൽ പ്രകൃതി ചേഷ്ടയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഈശ്വരന് സമർപ്പിക്കുക. ഈ പ്രയോഗം മനസ്സിലായോ? അത് ചെയ്യുന്നതിന് പകരം കണ്ണടച്ച് ആളുകളെ പറ്റിക്കാതിരിക്കൂ മനുഷ്യ എന്നാണ് 6ാമത്തെ ശ്ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത് തീരുമാനമായോ? കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. നമ്മുടെ മസ്തിഷ്കത്തിന്റെ രാസപരമായ വസ്തുതകളൊക്കെ ആലോചിച്ചാൽ 20 ട്രില്യൺ ഓർമ്മകളാണ് ശേഖരിക്കാൻ നമ്മുടെ മസ്തിഷ്കത്തിന് ശേഷിയുള്ളതത്രേ. കണക്കുകളൊക്കെ ഞെട്ടിപ്പിക്കുന്നത്. ഒരു ദിവസം മാത്രം 60,000 ചിന്തകൾ വന്നു പോകുന്നുണ്ടത്രേ. കാലത്തുണർന്ന് വൈകുന്നേരം ഉറങ്ങുന്നത് വരെ, രാത്രി ഉറങ്ങുന്നത് വരെ 60,000 തോട്ട്സ്. ഇതിനിടയിലുള്ള ധ്യാനം മനസ്സിലാവുന്നില്ലേ? നിശ്ചിന്തമാക്കി എടുക്കുക എന്നുള്ള എളുപ്പമല്ല. അതുകൊണ്ട് വിഡ്ഢിത്തം കാണിക്കാതിരിക്കൂ. അരയും തലയും മുറുക്കി ജോലി ചെയ്യൂ. ഓക്കെ. ഇനി വേറൊരു അപകടം എന്താന്ന് വെച്ചാൽ, ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഓർമ്മകളുടെ ശക്തമായ തള്ളിവരവിനോട് നമ്മൾ പോരടിക്കുന്നുണ്ട്. അത് ഗുണത്തിലേറെ ദോഷമല്ലേ ഉണ്ടാക്കുക? അടക്കി വെക്കണ്ടേ? ഇങ്ങനെ അടക്കി വെക്കുന്നത് പ്രത്യക്ഷ ഭോഗത്തെക്കാൾ അപകടകരമാണ് എന്നാണ് രാമകൃഷ്ണ പരമഹംസർ ലളിതമായ ഒരു ദൃഷ്ടാന്തത്തിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. രാമകൃഷ്ണ പരമഹംസർ പറയുന്നു, നിങ്ങൾ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാൻ പോകുന്ന സമയത്ത് രസഗുള ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പോയി കഴിച്ചിട്ട് പോയിരിക്കൂ. സിമ്പിൾ. അല്ലെങ്കിൽ പിന്നെ അതുമായിരിക്കും ബ്രഹ്മധ്യാനത്തിനാണ് ഇരിക്കുന്നത്, പക്ഷെ ധ്യാനം മുഴുവൻ എവിടെ എത്തൊടുവിൽ രസഗുള. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് ഇറ്റ് സേർ. ഓക്കെ. ആ മാർഗനിർദ്ദേശം നമുക്ക് ഓർമ്മയുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തോന്നിയോണൊക്കെ അങ്ങനെ അങ്ങോട്ട് താല്പര്യങ്ങളെ കൈയച്ചു വിടുക എന്നും അല്ലാട്ടോ അർത്ഥം. അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കി തരുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്. ഏതായാലും അടിച്ചമർത്താതിരിക്കൂ. ഡോണ്ട് സപ്രസ്. ഇസ് ഇറ്റ് ക്ലിയർ? സപ്രസ് ചെയ്യരുത്. ഇതിനെതിരായിട്ടാണ് ഫ്രോയിഡ് ബഹളം വെച്ചത്. ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര ചിന്ത പറയുന്നു ഡോണ്ട് സപ്രസ്. ഓക്കെ. പക്ഷെ ഫ്രോയിഡ് കാണിച്ച ഒരു അപകടം എന്താണ്? ഫ്രോയിഡിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടല്ല കേട്ടോ സ്വാമി പറയണത്. സാമാന്യമായിട്ട് കേട്ട നിലയ്ക്ക് അങ്ങോട്ട് പറയുക.
അതെന്തിനാ? ഇതുപോലെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ വെച്ചിട്ട്, അത്രയും. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ചില അർത്ഥാന്തരങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും സപ്രസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഉടനെ ഫ്രോയിഡ് പറഞ്ഞത് എക്സ്പ്രസ് ചെയ്തോളാനാണ്. അത് സമാജത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ഹിപ്പി സംസ്കാരമൊക്കെ വന്നില്ലേ, അതൊക്കെ ഈ ഒരു ഫ്രോയിഡിയൻ സ്വാധീനം കൊണ്ടാണെന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. യു ജസ്റ്റ് ഗോ ഓൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞു. അതും അപകടമാണ്. ഓക്കെ, മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് ചെയ്യുന്നതും ശരിയല്ല, ചെയ്യാതിരിക്കുന്നതും ശരിയല്ല. ഈ ചെയ്യാതിരിക്കുന്നതിന് മഹാഭാരതത്തിൽ തന്നെ വേദവ്യാസ ഭഗവാൻ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് ഒരു കഥാപാത്രത്തെ, വിഭാണ്ഡകമുനിയെ. വിഭാണ്ഡകമുനിക്ക് ഋഷ്യശൃംഗൻ എന്ന പുത്രൻ ബ്രഹ്മചര്യ നിഷ്ഠയുണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഒരനുഭവങ്ങളും കൊടുക്കാതെ ആശ്രമ പരിസരത്തിൽ വളർത്തി. പക്ഷെ കയറ് പൊട്ടിച്ചു പോയി. മനസ്സിലായില്ലേ? അതിനെ സംബന്ധിച്ച ഒരു സിനിമയാണ് സ്വാമി കേട്ടിട്ടുണ്ട്. സ്വാമി കണ്ട സിനിമയല്ല, വൈശാലി. വിഭാണ്ഡകന്റെ ഋഷ്യശൃംഗന്റെ കഥയാണ്. അപ്പൊ ഒരു ഫ്രോയിഡിയൻ തിയറി നമുക്ക് ആവശ്യമില്ല. കാരണം മഹാഭാരതത്തിൽ ആ മനഃശാസ്ത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സെപ്പറേഷൻ ഈസ് നോട്ട് ഗുഡ്. ഓക്കെ എന്ന് വിചാരിച്ചിട്ട് തോന്നിയോണൊക്കെ ആവാമോ? അതും പാടില്ല. വീണ്ടും രാമകൃഷ്ണ പരമഹംസർ ഓർമ്മ വരുന്നു, കൊച്ചു ചെടിക്ക് ഒരു വേലി കെട്ടിയിടുന്നത് കൊള്ളാം. സിമ്പിൾ. വലുതായി കഴിഞ്ഞാലോ നോ നീഡ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, മൂല്യാനുസരണം തുടക്കത്തിൽ ഒരു നിർബന്ധം കൊണ്ട് ചെയ്യുകയാണെങ്കിലും എത്രയും വേഗം മൂല്യത്തിന്റെ മൂല്യം മനസ്സിലാക്കി സ്വസ്ഥരായിക്കൊള്ളും. മനസ്സിലാവുന്നില്ലേ? ദാനം നിങ്ങൾ നിർബന്ധപൂർവ്വം ചെയ്തു തുടങ്ങിക്കോളൂ, പക്ഷെ എന്തിന് ദാനം ചെയ്യണമെന്ന് എത്രയും വേഗം മനസ്സിലാക്കിക്കൊള്ളണം. സ്വാമി ഉദാഹരണം പറയാറുള്ളത്, പാർലമെന്റിൽ ഓർഡിനൻസ് കൊണ്ടുവരും ചിലപ്പോൾ അവരല്ലേ, പക്ഷെ അത് നിശ്ചിത സമയത്തിനുള്ളിൽ ബില്ലാക്കി പാസ്സാക്കണം. അപ്പൊ ആദ്യം ചില ചിട്ടകളൊക്കെ ഓർഡിനൻസ് പോലെ പ്രഖ്യാപിക്കുകയായിരിക്കും, പക്ഷെ ഉടനെ അതിനെ പാസ്സാക്കണം. പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ ഗെറ്റ് കൺവിൻസ്ഡ് അബൌട്ട് ഇറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? അത് നമ്മൾ അന്വേഷിച്ച് പഠിക്കണം. ഇല്ലെങ്കിലോ അച്ചടക്കങ്ങളൊക്കെ അപകടം ഉണ്ടാക്കും. ഇപ്പൊ നിയന്ത്രണം വേണം, പക്ഷെ അത് മൂല്യബോധത്തോടെ ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരെ പറ്റിക്കാനും കയ്യടി വാങ്ങിക്കാനും അല്ല. ലക്ഷ്യബോധമുള്ള സുശിക്ഷിത മനസ്സാണ് ശരിയായ അച്ചടക്കത്തിൽ അഭിരമിക്കുക. ഇത് നമ്മുടെ കാര്യത്തിൽ ഓർമ്മ വരട്ടെ, കുട്ടികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും ഓർമ്മ വരട്ടെ. എന്നോട് സ്വാമി ആവർത്തിക്കാം, ലക്ഷ്യബോധമുള്ള സുശിക്ഷിത മനസ്സാണ് അച്ചടക്കത്തിൽ അഭിരമിക്കുക. നമ്മൾ പാലിക്കുന്ന അച്ചടക്കത്തിൽ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ആം ഐ റിയലി എൻജോയിങ് ഇറ്റ്? ഞാൻ ശരിക്കും ഇത് ആസ്വദിക്കുന്നുണ്ടോ? ഈ ആശയം മനസ്സിലായി? ഇനി ഇങ്ങനെ അടക്കി വെക്കുന്നവരുടെ രണ്ട് അപകടങ്ങൾ ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്തെ അപകടം, അന്തർമുഖിയായി ഒരു ജഡാവസ്ഥയെ പ്രാപിച്ചേക്കാം. സമാജത്തിൽ പലരെയും നമ്മൾ കാണുന്നു. ആധ്യാത്മിക സാധനയുടെയും അച്ചടക്കത്തിന്റെയും പേരിൽ ഒന്നിനും കൊള്ളാത്തവരായി ജഡപ്രായരായി കഴിയുന്നവർ, താമസ് വന്ന് മൂടി കഴിയുന്നവരുണ്ട്. Is it advisable? ഇനി ചിലരോ കുറെ കാലം അച്ചടക്കമൊക്കെ പാലിച്ചു, പിന്നീടോ പൊട്ടിത്തെറിച്ച് കൂടുതൽ കാര്യത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കും. ഇവർ രണ്ടു കൂട്ടരും ആത്മവഞ്ചന ചെയ്യുന്നു, മറ്റുള്ളവരെയും വഞ്ചിക്കുന്നു. കാരണം എന്താണ്? സന്യാസമാണ് ഇതുകൊണ്ട് ആക്ഷേപിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നില്ലേ? സന്യാസം എന്ന് പറയുന്നത് മഹത്തായ ഭാരതീയ ദാർശനിക പാരമ്പര്യത്തിന്റെ
ഒരു സ്ഥാനമാണ്. അത് അപമാനിക്കപ്പെടുന്നു. ഓക്കെ? സന്യാസം എന്നത് വേഷമല്ല, അതിനപ്പുറത്തുള്ള അവബോധ നിഷ്ഠയാണ്, ജ്ഞാനാനുഭൂതിയാണ്. അപ്പൊ ഇവര് ആത്മവഞ്ചനയും ചെയ്യുന്നു, പരവഞ്ചനയും ചെയ്യുന്നു. പൊട്ടിത്തെറിച്ച് ബഹളം ഉണ്ടാക്കുന്നതോടുകൂടിയോ ഇത്തരത്തിലുള്ള എല്ലാ സമീപനങ്ങളെയും ആളുകൾ വെറുക്കാൻ ഇടവരും. ഓക്കെ? അങ്ങനെയുള്ള ഒരു കെണിയിൽ നമ്മൾ പെട്ടുപോകാതിരിക്കട്ടെ. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. യഹാ തു, ഇനി ഒരു കൂട്ടരെ കുറിച്ച്, അശുദ്ധാന്തകരണ സന്യാസി വ്യതിരേകാർത്ഥ തു ശബ്ദ. തു എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ കൂട്ടരല്ലോ എന്ന് പറയാൻ വേണ്ടിയാണ്. അശുദ്ധാന്തകരണനായ സന്യാസി എന്ന് അഭിമാനിച്ച് നടക്കുന്നവരിൽ നിന്നും വേറിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, യസ്തു യഹാതു ഇന്ദ്രിയാണി സംയമ്യ, ജ്ഞാനേന്ദ്രിയങ്ങളെ സംയമിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? മനസാ. മനസ്സാ എന്ന് പറഞ്ഞാല് ശ്രോത്രാദീനി ജ്ഞാനേന്ദ്രിയാണി വിവേകയുക്തേന മനസ്സ, വിവേകയുക്തമായ മനസ്സുകൊണ്ടാണ് സംയമിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾ പാലിക്കുന്ന, ജ്ഞാനേന്ദ്രിയങ്ങൾ പാലിക്കുന്ന, കാണണ്ട, കേൾക്കണ്ട, വിഷയനിഷ്ഠമായ കാര്യങ്ങളിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ അഭിരമിക്കാതിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് മനസ്സിന്റെ മൂല്യം കൊണ്ടാണ്, ശാസ്ത്ര അവബോധം കൊണ്ടാണ്, ലക്ഷ്യബോധം കൊണ്ടാണ്, വേണ്ട ശിക്ഷണം ലഭിച്ചതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ചില ചെറുപ്പക്കാരൊക്കെ ആയിട്ട് അടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ കുറേ ചോദ്യങ്ങൾ പൊതുവായിട്ട് സ്വാമി ചോദിക്കാറുണ്ട്. മദ്യപാനം, സിഗരറ്റ് വലി, മയക്കുമരുന്ന്. ഓക്കെ? അപ്പൊ ചിലരൊക്കെ പറയും ഇല്ല സ്വാമിജി. അപ്പൊ നമ്മൾ ചോദിക്കും, അതിന്റെ ഈ പ്രായത്തിൽ അതൊക്കെ പരീക്ഷ നോക്കുന്നത് ഒരു സാധാരണയായിട്ടുള്ള ഒരു ട്രെൻഡാണ്. എന്തേ? ഇല്ല, എനിക്കതിലൊന്നും താല്പര്യമില്ല, അവസരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ക്ലാരിറ്റിയോടുകൂടിയാണ്. മനസ്സിലാവുന്നില്ലേ? അവരതിലൊരു വിഷമം അനുഭവിക്കുന്നില്ല. അതുവഴി അവർക്ക് അച്ചടക്ക പാലനം എന്നുള്ളത് ദേ എൻജോയ് ഇറ്റ്. വ്യക്തമാവുന്നുണ്ടോ? അങ്ങനെ സ്വാഭാവികമായിട്ട് വരട്ടെ, അതേ സ്ഥായിയായിട്ട് നിലനിൽക്കുള്ളൂ. സപ്രഷനല്ല, മറിച്ച് വിഭാണ്ടകന്റെ സമീപനമല്ല, മറിച്ച് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഉദാത്തീകരണം. അടിച്ചമർത്തി വയ്ക്കുന്നില്ല, ആവിഷ്കരിക്കുന്നു, പക്ഷേ മൂല്യബോധത്തോടെ. മനസ്സിലാവുന്നില്ലേ? സ്വാമിക്ക് വളരെ ഹൃദയസ്പൃക്കായി തോന്നിയ ഒരു ദൃഷ്ടാന്തം, ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ പാശ്ചാത്യ പര്യടനമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഭാരതത്തിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, ആരാധന അർപ്പിക്കാൻ ആയിരങ്ങൾ കൗതുകത്തോടുകൂടി കാത്തു നിൽക്കുന്ന കാലത്ത് ഒരു കൊട്ടാരത്തിൽ വിവേകാനന്ദ സ്വാമികൾ സ്വീകൃതനായി അവിടെ കൊട്ടാരത്തിലെ സൗകര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ കഴിയുമ്പോൾ അവിടുത്തെ രാജകുമാരിക്കും കൗതുകം. പക്ഷെ കുറച്ച് വഴിവിട്ട കൗതുകമായിപ്പോയി. എന്താ സംഭവിച്ചത്? പാതിരാവില് സ്വാമികളുടെ വാതിലിൽ ചെന്ന് തട്ടി. വിവേകാനന്ദ സ്വാമിയുടെ വാതിൽ തുറന്ന് നോക്കുമ്പോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, വേണ്ടത്ര നന്നായിട്ട് വസ്ത്രം ധരിക്കാതെ നിൽക്കുന്നു. വിവേകാനന്ദ സ്വാമിയുടെ തൊഴുതുകൊണ്ട് ചോദിച്ചു, അമ്മേ, ഈ രാത്രി എന്തിന് ഈ മകനെ തേടി ഇങ്ങോട്ട് വന്നു? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന അമ്മയെ കാണില്ലായിരുന്നു. സബ്ലിമേറ്റഡ്.
ഇത് മൂല്യനിഷ്ഠയിൽ നിന്ന് വരുന്നത്. ഇവിടെ സപ്രഷനിൽ നിന്ന് സബ്ലിമേഷനിലേക്കുള്ള ഒരു വ്യത്യാസം ശ്രദ്ധിക്കൂ. സപ്രഷനിൽ വേദനയുണ്ടാവും, സബ്ലിമേഷനിൽ വേദനയില്ല. പിന്നെയോ മൂല്യബോധം കൊണ്ട് അത് ആകെ മാറി. ഇനി തിരിച്ചു ചിന്തിക്കാനേ പറ്റില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ആരും അവിടെ വേദനിച്ചിട്ടില്ല, ഛേ എന്ന് തോന്നുന്നില്ല. ഐ മേഡ് എ മിസ്റ്റേക്ക്, പക്ഷെ അത് ക്ഷമിക്കപ്പെട്ടിരിക്കണം അല്ലേ? ഇതുപോലെ നമ്മൾ നമ്മളോട് സമീപനത്തെ ചിട്ടപ്പെടുത്തണം. വളരെ വൃത്തികെട്ട താല്പര്യങ്ങൾ ഉണർന്നു വന്നെന്നിരിക്കാം, അതിനോട് നമ്മൾ ഛേന്ന് പറയരുത്, അടിച്ചമർത്തി വെക്കുകയും ചെയ്യരുത്. കാരണം അടിച്ചമർത്തി വെച്ചാൽ എന്നും പതിയിരിക്കുന്ന അപകടമാവും. തുറന്നു വിട്ടാൽ ലക്ഷ്യച്യുതി വരും. യെസ് എന്ന് പറയുന്നു, പക്ഷേ അതിനെ അറിവുകൊണ്ട് ഉദാത്തീകരിക്കും. ഈ വിഷയം വ്യക്തമായി എന്ന് വിചാരിക്കും. യസ്തു ഇന്ദ്രിയാണി വിവേകയുക്തേന മനസാ നിയമ്യ. വിവേകയുക്തമായ മനസ്സുകൊണ്ട് ആര് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, യസ്തിന്ദ്രിയാണി മനസാ നിയമ്യ ആരഭതേ അർജുന. ആരഭതേ കിം ആരഭതേ? കർമ്മയോഗം ആരഭതേ. അവനവന് ചെയ്യാൻ സംഗതമായി വന്നിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുന്നു. നോ കോംപ്രമൈസ് അറ്റ് ഓൾ. ഒരു കോംപ്രമൈസും ഇല്ല, അത് ചെയ്യാനുള്ള നിയുക്ത കർമ്മങ്ങളെ ചെയ്യുന്നു. ആരഭതേ കർമ്മയോഗം. കർമ്മേന്ദ്രിയൈ കർമ്മയോഗം. കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ചെയ്യുന്നു. അസക്ത സവിശിഷ്യതേ. അദ്ദേഹം നേരത്തെ പറഞ്ഞ മിഥ്യാചാരനേക്കാൾ എത്രയോ കേമൻ. ഓക്കെ, ഒരാചാര്യന് ഇതിന് നൽകിയിട്ടുള്ള ഒരു ദൃഷ്ടാന്തം സ്വാമിക്ക് വളരെ ഇഷ്ടമായി തോന്നി. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞവന്റെ സ്ഥിതി ഒരാചാര്യൻ വർണ്ണിക്കുന്നത്, ബ്രേക്കിന്ന് കാലെടുത്തിട്ടില്ല, ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാസ്മരൻ. രണ്ടാമത്തെ ആളോ പതുക്കെ ബ്രേക്കിന്ന് കാലെടുക്കുന്നു, അതിനൊക്കോണം ആക്സിലേറ്റർ കൊടുക്കുന്നു, അപകടമില്ലാതെ വണ്ടി പോകുന്നു. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്ത. ഈ ശക്തിയില്ലായ്മ എങ്ങനെ വന്നു എന്നാണെങ്കിലോ തത്വചിന്തനം കൊണ്ട്. മനസ്സിലായില്ലേ? ഈ കാറിൽ വൈപ്പർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ വിഷയ താല്പര്യം വരുന്ന സമയത്തും ലക്ഷ്യബോധം കൊണ്ട് അതിനെങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്യും. കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്ത സവിശിഷ്യത. ഇതരസ്മാത്, നേരത്തെ പറഞ്ഞ മിഥ്യാചാരനിൽ നിന്ന് ഇയാൾ ശ്രേഷ്ഠനാകുന്നു. പാപഹേതു ശബ്ദാദി വിഷയ ആസക്തേഹേ നിവൃത്യ കർമ്മേന്ദ്രിയൈഹി വാക്പാണി ആദിഭിഃ കർമ്മയോഗം ശുദ്ധിഹേതുതയാ വിഹിതം കർമ്മ ആരഭതേ കരോതി. നേരത്തെ പറഞ്ഞില്ലേ, ജന്മജന്മാന്തരങ്ങളിലായി സമാഹരിച്ചിട്ടുള്ള ദുരിതക്ഷയത്തിന് ഹേതുവായിട്ടുള്ള കർമ്മത്തെ ആള് ചെയ്യുന്നു. അസക്തഃ ഫലാഭിലാഷശൂന്യഃ സൻ യഃ വിവേകി ഇതരസ്മാത് മിഥ്യാചാരാത് വിശിഷ്യത്തെ. നേരത്തെ പറഞ്ഞ മിഥ്യാചാരനിൽ നിന്ന് ഇയാൾ വ്യത്യസ്തനാകുന്നു, ശ്രേഷ്ഠൻ ആകുന്നു. ഓക്കെ, ഇങ്ങനെ ഭഗവാൻ ഒരാശയത്തെ വൃത്തിയായി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി ശ്രേയസിന്റെ വഴി, ശ്രേയോപഥം. എന്താണ് ശ്രേയോപഥം? ഭഗവാൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ
ഭയം കൊണ്ടോ സങ്കോചം കൊണ്ടോ മിഥ്യാധാരണകളെ കൊണ്ടോ ആലസ്യം കൊണ്ടോ ഒക്കെ കർമ്മം ചെയ്യാതിരിക്കുന്നില്ലേ? സന്യാസത്തെ തെറ്റിദ്ധരിച്ച് നൈഷ്കർമ്മ്യം എന്നത് ആത്മാവസ്ഥിതിയാണെന്ന് മനസ്സിലാക്കാതെ കർമ്മം ചെയ്യാതിരിക്കുന്നില്ലേ? അത് തെറ്റ്. 8ാം ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമായ ഭാഷയിൽ പറയുന്നു, നിയതം കർമ്മ കുരു ത്വം. നീ നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള സ്വധർമ്മത്തെ ചെയ്യൂ. ഓരോ ദിവസവും രാവിലെ നമുക്ക് ഈ ഒരു ആഹ്വാനം കിട്ടുമാറാവട്ടെ. വേണമെങ്കിൽ അലാമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തോളൂ. ഇപ്പൊ അങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടല്ലോ. നിയതം കുരു കർമ്മത്വം, നിയതം കുരു കർമ്മത്വം, നിയതം കുരു കർമ്മത്വം, അലാം സെറ്റ് ചെയ്ത് വെച്ചോളൂ. റിമൈൻഡർ ആവട്ടെ എന്ന് പറയും. നിയതം കുരു കർമ്മത്വം. നീ നിയതമായ കർമ്മത്തെ ചെയ്യൂ. എന്താ കാരണം? കർമ്മജ്യായഃ ഹി അകർമ്മണഃ. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ജ്യായഃ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മഃ ജ്യായഃ ഹി അകർമ്മണഃ. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യുക. ശരീരയാത്രാപിച്ചതേന പ്രസിദ്ധേത കർമ്മണഃ. ഭഗവാൻ വളരെ ലോ ലെവലിൽ നിന്നുകൊണ്ട് പറയാണ്, എടോ താനിങ്ങനെ ഒന്നും ചെയ്യാതെ 3 നേരം ഉരുട്ടി വിഴുങ്ങിയിരുന്ന പിത്തം പിടിച്ച് ചത്തുപോകും. ശരീരയാത്രാപിച്ചതേന പ്രസിദ്ധി. ശരീര നിർവഹണം പോലും ബുദ്ധിമുട്ടാവും. ഇതൊന്നും ഇപ്പൊ വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? പറയണമല്ലേ? ഒരു വ്യായാമവും ഇല്ല. അപ്പൊ നല്ല വ്യായാമമൊക്കെ ചെയ്യണം. കർമ്മം ചെയ്യുമ്പോൾ ശരിക്ക് ഈ കൊഴുപ്പൊക്കെ അങ്ങോട്ട് കത്തി ആരോഗ്യമായിട്ട് നിലനിൽക്കാൻ പറ്റും. റൈറ്റ്? ശരീരയാത്രാപിച്ചതേ നപ്രസിദ്ധേത കർമ്മണ. ശരീരയാത്ര എന്ന് പറഞ്ഞാൽ ശരീരം നിർവഹണം. ലങ്സിന്റെയും ഹാർട്ടിന്റെയും കിഡ്നിയുടെയും ലിവറിന്റെയും എല്ലാറ്റിന്റെയും പ്രവർത്തനം സുഗമമാവണമെങ്കിൽ യു ഹാവ് ടു ആക്ട്. ഓക്കെ? ശരീരയാത്രാപി നച്ചതേ പ്രസിദ്ധിയത് അകർമ്മണ. അകർമ്മണ, അകർമ്മിക്ക് ശരീരയാത്ര പോലും ബുദ്ധിമുട്ട് ആവും. ഓക്കെ? ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് അർജുനൻ പിന്നെ മൂഡൌട്ട്. എന്തു പറ്റി അർജുന? കർമ്മണാ ബധ്യതേ ജന്തുഃ ഇതി കർമ്മണാം ബന്ധകത്വസ്മൃതേ കഥം മുമുക്ഷും മാം തത്ര നിയോജയസി ഇതി ആശങ്ക്യ. കർമ്മം കൊണ്ട് ജന്തുക്കൾ ബന്ധനസ്ഥരാവുന്നു എന്ന് സ്മൃതി വാക്യമില്ലേ ഭഗവാനെ? അപ്പൊ എന്നെ കൊണ്ട് വീണ്ടും കർമ്മം ചെയ്യിക്കുമ്പോൾ ഞാൻ ബന്ധനത്തിൽ പെട്ടു പോവില്ലേന്ന് വീണ്ടും അർജുന മൂഡൌട്ട്. കർമ്മണാ ബധ്യതേ ജന്തുഃ ഇതി കർമ്മണാം ബന്ധകത്വസ്മതേ. കർമ്മം ബന്ധനകാരിയാണ് എന്ന് സ്മൃതിവാക്യമുണ്ട്. അതനുസരിച്ച് കഥം മുമുക്ഷും മാം, ഐ ജസ്റ്റ് വാണ്ട് ടു ബി ലിബറേറ്റഡ്. എനിക്കൊരു ബന്ധനവുമില്ലാതെ ആനന്ദത്തിന്റെ വിഹായുസ്സിൽ പറന്നുയരണം ഭഗവാനെ. അങ്ങനെ കൊതിക്കുന്ന മുമുക്ഷുവായ എന്നെ വീണ്ടും കർമ്മബന്ധത്തിൽ പെടുത്താനാണോ അങ്ങ് കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യൂ എന്ന് പറയുന്നത്? Is it clear? ബന്ധകത്വസ്മൃതേ ഇത് ആശങ്ക്യാഹ യജ്ഞാർത്ഥം ഇത്. ഭഗവാൻ പറയുന്നു, ഡോണ്ട് വറി മൈ ബോയ്. നീ വിഷമിക്കേണ്ട അർജുന. കർമ്മം ബന്ധനകാരിയാവുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതേ കർമ്മത്തെ നിനക്ക് മോക്ഷത്തിന് ഉപായമായി ചെയ്യാം. യെസ്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗസമാചര. യജ്ഞാർത്ഥാത് അന്യത്ര കർമ്മണഃ അയം ലോകഃ ബന്ധനഃ. ഈ ലോകം ബന്ധിക്കപ്പെടുന്നത് കർമ്മം ചെയ്യുന്നത് കൊണ്ടല്ല. പിന്നെയോ യജ്ഞാർത്ഥം അല്ലാതുള്ള കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്.
യജ്ഞാർത്ഥാത് അന്യത്ര കർമ്മണ, യജ്ഞാർത്ഥം അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളാലാണ് നമ്മളൊക്കെ ബന്ധനസ്ഥരാവുന്നത്. മനസ്സിലായില്ലേ? യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകഃ അയം കർമ്മബന്ധന. ലോകം എന്ന് പറഞ്ഞാൽ കർമാനുഷ്ഠാതാക്കളുടെ ലോകം. അവിടെ എങ്ങനെയാ ബന്ധനം ഉണ്ടാവുന്നത്? യജ്ഞാർത്ഥം അല്ലാതെ കർമ്മം ചെയ്യുമ്പോഴാ. അപ്പൊ അടുത്തവര് സിമ്പിൾ അല്ലേ? തദർത്ഥം കർമ്മ കൗന്ദേയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യൂ അർജുന. മുക്തസംഘ സമാചര, എന്നിട്ട് മുക്തസംഘനായിട്ട് യു ജസ്റ്റ് എൻജോയ്, യു ക്യാൻ സെലിബ്രേറ്റ് യുവർ ലൈഫ്, ബട്ട് ദിസ് ഇസ് ദി പാത്ത്. അപ്പൊ ഇന്നത്തെ വിഷയം ശ്രേയസിന്റെ വഴിയാണ്. ശ്രേയോ പഥം. എന്താ ശ്രേയോ പഥം? യജ്ഞം. ഓക്കെ, ഭഗവാൻ കൃത്യമായിട്ട് പറയണം, യജ്ഞം ചെയ്യ് അർജുന. അടുത്ത ചോദ്യം, യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിലാക്കാം നമുക്ക്. ഈ പ്രയോഗം ഉറപ്പിച്ചോളൂ. ഇതിനു മുമ്പ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർ ഒന്നുകൂടി ഓർമ്മിച്ചാൽ മതി. പുതിയ ആളുകളെ ഉദ്ദേശിച്ച് സമയം പറയാണ്. യജ്ഞോ വൈ വിഷ്ണുഹു. പറയൂ. യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ് അർത്ഥം. അപ്പൊ അടുത്ത ചോദ്യം, നേരത്തെ യജ്ഞം എന്താന്നേ ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ രണ്ട് സംശയം. യജ്ഞം എന്താണെന്ന് സംശയം, വിഷ്ണു എന്താണെന്ന് സംശയം. വ്യാപകത്വാത് വിഷ്ണു. പറഞ്ഞോളൂ. എങ്ങും വ്യാപിച്ചിരിക്കുന്ന തത്വമാകുന്നു വിഷ്ണു. അത് മനസ്സിലായി? കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു തമാശയുണ്ട്, പണ്ടൊക്കെ വിഷ്ണു ആയിരുന്നു, ഇപ്പൊ ഒക്കെ വിഷാണുവായി. വിഷ്ണുവിനെ മനസ്സിലായില്ലേ? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന തത്വം. അപ്പൊ നമ്മള് വിഷ്ണു അർത്ഥം കർമ്മം ചെയ്യണം എന്നാണ് നിർദ്ദേശം. അതെങ്ങനെയാണ് വിഷ്ണു അർത്ഥം കർമ്മം ചെയ്യുക? ചോദ്യം മനസ്സിലായോ? ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇപ്പോൾ എന്തർത്ഥമാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ളത് കാണാം. ഇപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ എന്തർത്ഥം ചെയ്യുന്നു? Is it വിഷ്ണു അർത്ഥം? നോ. Then ഓക്കെ, ഉത്തരം അഹങ്കാരാർത്ഥം. എന്താ ഉത്തരം? അഹങ്കാരാർത്ഥം. അപ്പൊ അഹങ്കാരാർത്ഥം ചെയ്യുന്ന കർമ്മത്തെ വിഷ്ണു അർത്ഥമാക്കി മാറ്റിയാൽ മുക്തി ഉപായമായി. ഭഗവാൻ രമണ മഹർഷി പറയും, ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. ക്ലിയർ? So do it for Vishnu instead of doing it for yourself. Is it clear? ഇത്രയും. വേറൊരു പദവും കൂടി നമുക്ക് പരിചയപ്പെടാം. അന്തര്യാമി അർത്ഥം. അഹങ്കാരാർത്ഥത്തിന് പകരം അന്തര്യാമി അർത്ഥം. അന്തര്യാമി വിഷ്ണുവാണ്, അഹന്ത വിഷ്ണുവല്ല. ഓക്കെ, അഹങ്കാരത്തിന് വേണ്ടി കർമ്മം ചെയ്യാതെ, ഈഗോയിസ്റ്റിക് ആയിട്ട് കർമ്മം ചെയ്യാതെ, അറഗന്റ് ആയിട്ട് കർമ്മം ചെയ്യാതെ, എല്ലാം അന്തര്യാമി അർപ്പണം, അല്ലെങ്കിലോ സർവവ്യാപിയായ വിഷ്ണു അർപ്പണം കർമ്മം ചെയ്യും. ക്ലിയർ? ഇനിയത്തെ ചോദ്യം, എന്താ ഡിഫറൻസ്? ഇപ്പൊ ചെയ്യുന്നതിൽ നിന്ന് എന്ത് പ്രകാരത്തിലുള്ള വ്യത്യാസമാണ് വരുത്തേണ്ടത്? വലുതായിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒക്കെ പാക്കറ്റിൽ ഒരു അഡ്രസ്സ് എഴുതിയാൽ മതി. ആ അഡ്രസ്സും കൂടി പറഞ്ഞു തരട്ടെ? എഴുതിയെടുത്തോളൂ. അഡ്രസ്: അനേന ആരാധനേന ഭഗവാൻ സർവാത്മകഃ പ്രീയതാം. വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഓരോ കർമ്മത്തിലും ഈ അഡ്രസ് എഴുതിയിട്ട് വിട്ടാൽ മതി. അനേന ആരാധനേന ഭഗവാൻ സർവാത്മകഃ പ്രീയതാം. ഈ കർമാരാധന കൊണ്ട് സർവാത്മകനായ ഭഗവാൻ സന്തോഷിക്കുമാറാവട്ടെ. ഇതാണ് അഡ്രസ്.
അനേന ആരാധനേന ഭഗവാൻ സർവാത്മകഃ പ്രീയതാം. എന്ത് ജോലി ചെയ്താലും അനേന ആരാധനേന, ഐ വാസ് ഡൂയിങ് വർഷിപ്പ്, ബി പ്ലീസ്ഡ് എന്ന് റിക്വസ്റ്റ് ചെയ്യും. അനേന ആരാധനേന ഭഗവാൻ സർവാത്മകഃ പ്രീയത. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ യജ്ഞം. ഇറ്റ്സ് വെരി ഈസി. സോ ക്യാൻ ഐ കണ്ടിന്യൂ വിത്ത് മൈ പോക്കറ്റഡി പ്രോഗ്രാം? ദാണ്ട കിടക്കണം. അതിന് നമുക്ക് നാളെ ഉത്തരം പറയാം. വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നാളെ ഭഗവാൻ പറയാൻ പോണ ഒരു വിഷയം എന്താണെന്നറിയാമോ? ഇത് നിങ്ങൾ കഷ്ടപ്പെട്ട് കൾട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമല്ല. പിന്നെയോ, ഇറ്റ് ഈസ് ഇൻഹെറന്റ് ഇൻ യു. വാട്ട്? ദിസ് യജ്ഞ ആറ്റിറ്റ്യൂഡ്. യജ്ഞത്തിൻ്റെതായ മനോഭാവം നിങ്ങളിൽ അന്തർഹിതമാണ്. അത് കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ട കാര്യമില്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യജ്ഞ സോഫ്റ്റ്വെയർ ഈസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ്. ഈസ് ഇറ്റ് ഫങ്ഷണൽ ഓർ? ഇതാണ് ചോദ്യം. ആ വിഷയം നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നാളെ നമുക്ക് ശ്രേഷ്ഠാചാരമാണ് മനസ്സിലാക്കാനുള്ളത്, ശ്രേഷ്ഠന്മാരെ ആചരിക്കുന്നതിനെ കുറിച്ച്. ആ വിഷയം വരെ നമുക്ക് നാളെ ആസ്വദിക്കാം. ഓക്കെ? യെസ്.